മുത്തശ്ശിയുടെ പൂന്തോട്ടം ഒരു വർണ്ണലോകമായിരുന്നു. അവിടെ വിരിഞ്ഞു നിന്ന ചുവന്ന ചെമ്പരത്തിപ്പൂവ് അവളെ വല്ലാതെ ആകർഷിച്ചു. അതിന്റെ ഓരോ ഇതളിലും ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ നിമിഷമാണ് നിലാവ് എന്ന തന്റെ പുതിയ വസ്ത്ര ബ്രാൻഡിന്റെ ആദ്യ ഡിസൈനിനെ കുറിച്ച് അവൾക്ക് ആശയം ലഭിച്ചത്. ആവേശത്തോടെ നിലമുറിയിലേക്ക് ഓടി. അവളുടെ സ്കെച്ച് ബുക്കിന്റെ താളുകളിൽ ആ ചുവന്ന ചെമ്പരത്തിപ്പൂവ് വിടർന്നു. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന ഒരു സെറ്റുമുണ്ടിന്റെ കരയിൽ ആ പൂക്കൾ ചേർത്ത് വെച്ചാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് അവൾ ഓർത്തു. മുത്തശ്ശി നോക്കൂ, നീല തന്റെ ചിത്രം മുത്തശ്ശിയെ കാണിച്ചു. മുത്തശ്ശിയുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു. ഇത് വളരെ നന്നായിരിക്കുന്നു മോളെ. നമ്മുടെ നാടിന്റെ ഭംഗി മുഴുവൻ ഇതിലുണ്ട്. അവർ തന്റെ പഴയ ആഭരണപ്പെട്ടി തുറന്ന് മനോഹരമായ ഒരു മാലയെടുത്ത് നിലയ്ക്ക് നേരെ നീട്ടി. നിന്റെ ആദ്യത്തെ ഡിസൈനിന് എന്റെ ഒരു സമ്മാനം. മുത്തശ്ശിയുടെ പ്രോത്സാഹനം നിലയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകി. അവൾ ഏറ്റവും മികച്ച കോട്ടൺ തുണിയും ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള നൂലുകളും വാങ്ങി. അവളുടെ ചെറിയ മുറി ഒരു ഡിസൈൻ സ്റ്റുഡിയോ ആയി മാറി. ഓരോ നൂലിലെയും അവൾ തന്റെ സ്വപ്നങ്ങളെ തുന്നിച്ചേർത്തു. ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം ആദ്യത്തെ സാരി തയ്യാറായി. തൂവെള്ള തുണിയിൽ ചുവന്ന ചെമ്പരത്തി പൂക്കൾ വിരിഞ്ഞു നിന്നു. അവൾ ആ സാരി ഭംഗിയായി നിലത്ത് വിരിച്ചു. അതിനരികിൽ ഒരു നിലവിളക്കും മുത്തശ്ശി നൽകിയ മാലയും വെച്ച് ഒരു ചിത്രമെടുത്തു. നിലാവ്, ദ ഗ്ലോ ഓഫ് എലിഗൻസ്. ആ പേരിൽ അവൾ ഒരു പുതിയ ഓൺലൈൻ പേജ് തുടങ്ങി. ഓരോ നൂലിലെയും ഒരു കഥയുണ്ട്, ഓരോ നിറത്തിലും ഒരു കവിതയുണ്ട്. അതായിരുന്നു അവളുടെ ബ്രാൻഡിന്റെ ആശയം. നെഞ്ചിടിപ്പോടെ അവൾ ചെമ്പരത്തി സാരിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തു. അധികം വൈകാതെ ഫോണിൽ ഒരു സന്ദേശം വന്നു. ആദ്യത്തെ ഓർഡർ. നിലയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ആ സാരി ശ്രദ്ധയോടെ ഒരു പെട്ടിയിലാക്കി സ്നേഹത്തോടെ പൊതിഞ്ഞു. ദൂരെ ഒരു നഗരത്തിൽ മായ എന്ന യുവതി ആ പെട്ടി തുറന്നു. ഓൺലൈനിൽ കണ്ടതിനേക്കാൾ മനോഹരമായിരുന്നു ആ ചെമ്പരത്തി സാരി. അതിന്റെ തുണിയുടെ മാർദ്ദവവും ഡിസൈനിന്റെ ഭംഗിയും അവളെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം മായ ആ സാരി എടുത്ത് ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന് പോയി. എല്ലാവരും അവളുടെ സാരിയെ പ്രശംസിച്ചു. അവൾ സന്തോഷത്തോടെ ആ സാരിയിലുള്ള തന്റെ ഒരു ചിത്രം നിലാവ് പേജിനെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു. താമസിയാതെ നിലയുടെ ഫോണിൽ അഭിനന്ദനങ്ങളും പുതിയ ഓർഡറുകളും നിറഞ്ഞു. അവളും മുത്തശ്ശിയും ഒരുമിച്ചിരുന്ന് ആ സന്ദേശങ്ങൾ വായിച്ചു. മുത്തശ്ശി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. നിന്റെ സ്വപ്നങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിന്റെ ഭംഗിയുണ്ട് മോളെ. നിലയുടെ ചെറിയ സ്വപ്നം ഒരു വലിയ വിജയമായി മാറുകയായിരുന്നു.